Welcome to the Language Mill. Here, everyone is an artist. Last session, we drawing from observation, drawing from imagination, we discussed it. അതിൽ ഇപ്പോൾ ചിലർക്ക് ചില സംശയങ്ങളുണ്ടാവാം. ചിലപ്പോൾ ഈസി ആയിട്ട് തോന്നില്ല. ആദ്യം തന്നെ ഒരു ഇമാജിനേഷനിൽ നിന്നൊരു ഡ്രോയിങ് ചെയ്ത് സ്കെച്ചാക്കി മാറ്റാനും അല്ലെങ്കിൽ ഒരു ഒബ്ജക്റ്റിൽ നിന്ന് നമ്മളതിനെ ഡ്രോയിങ് ആക്കി മാറ്റാനും ചിലപ്പോൾ സാധിച്ചു എന്ന് വരില്ല. ചിലപ്പോൾ ടഫായിട്ട് തോന്നാം. അങ്ങനെയുള്ളവർക്കൊരു പ്രാക്ടീസ് ചെയ്യാൻ പറ്റുന്നതാണ് ഡൂഡ്ലിംഗ് പ്രാക്ടീസ്. എന്താണ് ഡൂഡ്ലിംഗ്? നമ്മൾ ഇത് ചെറുതായിട്ട് നമ്മൾ വേറൊരു എന്തെങ്കിലും കാര്യം ആലോചിച്ചുകൊണ്ടിരിക്കുകയോ വേറെ എന്തെങ്കിലും സംഭവം നടന്നുകൊണ്ടിരിക്കുകയോ ചെയ്യുമ്പോൾ അതിൻ്റെ കൂടെ നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു ആക്ടിവിറ്റി പോലെയാണ് ഡൂഡ്ലിംഗ് വരുന്നത്. ഫോർ എക്സാമ്പിൾ, നമ്മൾ ഒരു ഫോണിൽ സംസാരിച്ചുകൊണ്ടിരിക്കുക, വേറൊരാളായിട്ട് സുഹൃത്തുമായിട്ട് സംസാരിച്ചുകൊണ്ടിരിക്കുക, കയ്യിലൊരു പേനയുണ്ട്, നമ്മുടെ സ്കെച്ച് ബുക്കും ഉണ്ടെങ്കിൽ വരച്ചുകൊണ്ടിരിക്കുന്ന ഇങ്ങനെ പേന ആ സ്കെച്ച് ബുക്കിൽ നമ്മൾ ഇങ്ങനെ ആ പേന ഓടിച്ചുകൊണ്ടിരിക്കുക. നമ്മൾ സംസാരം കഴിഞ്ഞ് നോക്കിക്കഴിയുമ്പോഴത്തേക്കും നമുക്ക് അതിനകത്തൊരു ഷേപ്പ് ഉണ്ടാവും. ഈ ഡിസൈൻ ഇതാണ് ഡൂഡ്ലിങ്. നമ്മൾ അതൊരു ഡൂഡ്ലിങ് നമ്മളുടെ ഒരു പ്രാക്ടീസിങ് മെക്കാനിസം ആയിട്ട് മാറ്റുകയാണെങ്കിൽ ഇത് നമ്മൾ പേപ്പറിൽ വരച്ചിട്ട് ആ ഒരു ഷേപ്പ് ഒരു സർട്ടൻ ടൈം വരച്ച് കഴിഞ്ഞിട്ട് നോക്കിക്കഴിയുമ്പോഴത്തേക്കും ഒരു ഷേപ്പ് കിട്ടുക. അല്ലെങ്കിൽ ഇതിനെ ആ പേജ് മുഴുവൻ അത് റിപ്പീറ്റഡായിട്ട് ഡിസൈനായിട്ട് മാറ്റുക. അല്ലെങ്കിൽ പേന വേറൊരു തന്നെ എന്ന് പറഞ്ഞാൽ പേനയോ പെൻസിലോ നമ്മൾ പേപ്പറിൽ വെച്ച് കഴിഞ്ഞിട്ട് ലൈൻ എക്സ്റ്റെൻഡ് ചെയ്ത് കൊടുത്തുകൊണ്ടിരിക്കുക. അത് അതിൻ്റെ വഴിക്ക് പോകട്ടെ, നമ്മുടെ മനസ്സ് പോകണോലെ അങ്ങനെ പോയിക്കൊണ്ടിരുന്നു കഴിഞ്ഞാൽ അവസാനം നമ്മൾ നോക്കിക്കഴിയുമ്പോഴത്തേക്കിനും ഒരു കയോട്ടിക് ഡിസൈൻ, ഒരു രസകരമായിട്ടുള്ള ഡിസൈൻ കിട്ടുക. നമുക്കത് കളർ ചെയ്യുകയും നമുക്ക് പ്രാക്ടീസ് ചെയ്യുകയൊക്കെ ചെയ്യാം. നമുക്ക് ഇതിനകത്ത് നല്ല നല്ല ഷേപ്സും ഫോംസും ഉണ്ടാക്കിയെടുക്കാം. അപ്പം നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്ത കാര്യം ഡൂഡ്ലിംഗ് ആണ്. ഡൂഡ്ലിംഗ് നമുക്കൊന്ന് പ്രാക്ടീസ് ചെയ്ത് നോക്കാം.